Honey, we got a moon that's full and a dance floor made of grass. Your blue eyes make me wanna make this evening last. Put on an old song, put on that new dress. Tomorrow's coming, but it ain't here yet. We got stars outside, just you and I got this feeling rising through the ceiling, singing, ooh, darling, you got me feeling alright. Let me show you I was made to hold you. So lose your shoes and dance with me, dance with me, dance with me tonight. Dance with me tonight. We can just forget the deadlines, leave them in the 9 to 5. Let's not waste a night like this, let's hold on tight. We got stars outside and it feels just right. I got this feeling rising through the ceiling, singing, ooh, darling, you got me feeling alright. Let me show you I was made to hold you. So lose your shoes and dance with me, dance with me, dance with me tonight. Dance with me tonight. My heart beats fast when we're moving slow. Just one touch sends me out of control. Whatever you do, baby, don't let go. Just don't let go. I got this feeling rising through the ceiling, singing, ooh, darling, you got me feeling alright. Let me show you I was made to hold you. So lose your shoes and dance with me. Oh, I got this feeling rising through the ceiling, singing, ooh, darling, you got me feeling alright. Yeah, let me show you I was made to hold you. So lose your shoes and dance with me, dance with me, dance with me tonight. Dance with me tonight. Ooh, dance with me tonight. Dance with me tonight. സ്റ്റീഫൻ ലോറൻസ് അച്ഛൻ, ബിബിൻ ബിജോയ് അച്ഛൻ, കർത്താവിൽ പ്രിയമുള്ളവരെ, ജെറിയുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് മകന് വേണ്ടി ദൈവം അവനായിട്ട് കരുതി വെച്ചിരിക്കുന്ന മകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനാണ് നമ്മളെല്ലാവരും ഈ ഭവനത്തിലായിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന വിവാഹ കൂദാശ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നന്മയാൽ പൂർത്തീകരിക്കപ്പെടുവാനും അവരുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമായി തീരുവാനുമായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും കിടക്കാൻ കഴിഞ്ഞ് ഈ കുടുംബത്തിന് വേണ്ടി, മകന് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകാൽ ഓർമ്മിപ്പിക്കുന്നു. വൻകൃപയിലെന്നയോളം കാത്ത വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എന്നെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്നെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഉയരങ്ങളിൽ സ്തുതി.
ബാറയ്ക്കുമോർ ഞങ്ങളെയോട് സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ ദിവസത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങളായിരിക്കുന്ന ഈ ഭവനത്തെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകാലം ഇന്നിൻ്റെ മണവാളനെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഒരുക്കിയിരിക്കുന്ന മണവാട്ടിയെയും അവരുടെ കുടുംബത്തെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സുകൊണ്ടൊന്നായിരിക്കാനും ദൈവത്തിൽ ഒന്നായിരിക്കാനുമായിട്ട് സഹായിക്കണമേ. കർത്താവെ, എന്നയോളം വഴി നടത്തിയതിനാൽ നിനക്ക് സ്തുതി. കർത്താവെ, നിന്റെ ഹിതത്തിനൊത്തവണ്ണം ഇനിയും ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് നടക്കുന്നതായ എല്ലാ ശുശ്രൂഷയിന്മേലും അവിടുത്തെ വലതുകരം നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ മക്കളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ നല്ല ആവശ്യങ്ങളെയും നല്ല പ്രവർത്തനങ്ങളെയും അവിടുന്ന് തൃക്കൺ പാർത്ത് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഭവനത്തിൽ നിന്ന് വാങ്ങിപ്പോയിരുന്ന വിശ്വാസത്തിലെ ആത്മാക്കളെ ഇമ്പങ്ങൾ പർദീസായിൽ പാർപ്പിക്കണമേ. ആയത് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും നിന്റെ ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാഥ, വിവാഹത്തിനായി ഒരുങ്ങുന്ന മകന്റെ മേലും നീ അവനായി കരുതി വെച്ചിരിക്കുന്ന മകളുടെ മേലും ഇരു കുടുംബങ്ങളുടെ മേലും നടക്കുന്ന എല്ലാ ശുശ്രൂഷയിന്മേലും ആയതിനോട് അല്പമായോ അധികമായോ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകലരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. Worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. Worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. So bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. And on that day when my strength is failing, the end draws near and my time has come, still my soul will sing Your praise unending.
1,000 years and then forevermore, forevermore. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. Yes, I will worship Your holy name. Lord, I worship Your holy name. Your heart, oh, your heart, Here I stand before You now, as honestly as I know how, broken by the days gone by. Spirit, help my soul to rise. I try my best, but still I fail. And even then, You're with me there. You remind me I'm a child of God, regardless of the things I've done. Oh, my hope is found in perfect love. Oh, Your mercy triumphs over judgment. Love wider than horizons, stronger than all sin. Lord, Your kindness, it leads us to repentance, to the heart of God. to Your heart, God. Your heart, oh God, Oh, Jesus. is all I want. Well, they say that it's impossible to ever save a sinner's soul, but my God says to the prodigal, my beloved one, You're welcome home. അനുഗ്രഹം
അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദികൾ നിന്നെ പ്രതിപത്തിലുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ദൗത്യത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാകണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ നിരപായതമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. Oh
ദൈവമേ തന്മൂലമായ കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം എല്ലായ്പ്പോഴും തന്നെ മനുഷ്യരുമായ തന്റെ നദിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കാൻ അടിയമയോഗ്യമായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയെ തിരഞ്ഞെടുത്ത എല്ലാവിധമായ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വന്നെത്തിയും അശുദ്ധ പിശാചികളുടെ ദാസിൽ നിന്നും അവളെ രക്ഷിച്ച് സമൃദ്ധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീഹന്മാരെയും സർവംശങ്ങളെയും ക്ഷണിച്ചൊരു കർത്താവായിട്ട് പ്രജാന്നു. ദാസരുടെ മുദ്രവാഴിന്റെ സമയത്തും സകല നാടുകളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടി ദിവസമാക്കുകയും സ്തുതിയും ബഹുമാനവും ആദരവും യോഗ്യമാകുന്നു. ബഹുലഭൂന്യമോ മനുഷ്യരുടെ സർവവിചാരത്തിനും ഉയർന്നവയ്ക്കെതിരായിട്ടും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികമായ അനുഗ്രഹമായ ദൈവമായ കർത്താവേ, നീ അനശ്വരമായ വെടിപ്പുള്ള മുഴുവനും അനാദ്യന്തമായ നിധി എല്ലാവർക്കും കർത്തകൾക്കും മരണത്തിലും മതിലുമാകുന്നു. തന്റെ സൃഷ്ടി അനുകരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന് ശക്തിക്ക് തക്കവണ്ണം നിർണയത്തിന്റെ വിശ്വാസത്തെ മഹാമനസ്കരാക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മകനോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ ഈ സന്തോഷം പൂർത്തീകരിക്കപ്പെടുകയും വിവാദിച്ച് ജയിപ്പിക്കുകയാണെന്നും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോദത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നശ്വരമായി മണവറയിൽ ഇവരാഷ്ട്രവാദികളിലും വിവിധത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈരന്മാരും മാലാഖമാരും ഇടവിടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറിലേക്ക് കരുണയോടെ വഴി ആശ്രയിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ രൂപാസനത്തിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മാലിന്യങ്ങളും പ്രമാദം നിന്നും സ്നേഹത്തോടെ സ്വന്തമാക്കി കൊണ്ടുമാറണമേ. ഈ വാർത്തന്റെ ആലപിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തിയും തിരുവാർന്ന് ഇടവിടാ നിന്നെ തിരുവാനെയും പരിശോധിക്കുകയും പറഞ്ഞേ. Simon,
മധ്യസ്ഥനായ നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ദാസരിൽ നിന്ന് ഈടാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമെല്ലാം സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ. ബാലകോൾ തന്റെ കരുണയാൽ ബഹുലമായ കൃപയാലും ഈ മോചനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോചനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിന്നിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹനിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വലതുകൈ കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായ നിന്നിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരെന്നപോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശ്രമമായിരിക്കും നീ സ്ഥിതി വരറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വബകുലസുതാം ലവന്നീ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെയും സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സോയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ.
സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീബായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ വകുകുല സുബാൻ ലവൽ ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാവുന്ന ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവാഹ കൂദാശയ്ക്ക് 2 നിശ്ചയം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് മോതിരവാഴ്വിന്റെ ക്രമത്തോടു കൂടിയാണ്. അതാണ് ഇവിടെ പ്രാർത്ഥനയോടെ സമാപിച്ചത്. തുടർന്ന് നടക്കേണ്ടുന്നത് കിരീടവാഴ്വിന്റെ ശുശ്രൂഷയാണ്. ഇപ്പോൾ ഈ സമയത്ത് നവദമ്പതികൾക്ക് ആവശ്യമായ ഗുണദോഷങ്ങൾ, പ്രാർത്ഥനകൾ, നിർദ്ദേശങ്ങൾ നൽകുവാൻ കുടുംബം കൂടിയായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട പ്രകാശത്തിനെ ക്ഷണിച്ചുകൊള്ളും. പ്രിയക ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മണവാളനും മണവാട്ടിയും ഉൾപ്പെടുന്ന എല്ലാവർക്കും ദൈവസ്നേഹത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയിലേക്ക് ഈ മണവാളനും മണവാട്ടിയും ഇന്ന് ദൈവത്തോട് ചേർന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന കുടുംബജീവിതമാകുന്ന ആ അനുഗ്രഹീതമായ ഒരു ജീവിത പന്ഥാവിലേക്ക് അവർ പ്രവേശിക്കുകയാണല്ലോ. ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അനുഗ്രഹീതമായ കുടുംബജീവിതം. ദൈവം കുടുംബങ്ങളെ വിളിച്ചു വേർതിരിക്കുകയും അവർക്ക് അനുഗ്രഹത്തിനായിട്ടുള്ള വഴികൾ ദൈവം തമ്പുരാൻ തന്നോട് ചേർന്ന് വരുന്നവർക്ക് കൊടുക്കുന്നതും പഴയ നിയമത്തിലുടനീളം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആ അനുഗ്രഹത്തിൻ്റെ തുടർച്ചയായിട്ട് ആ തലമുറയുടെ ഒരു കണ്ണിയായി ഇവരുടെ മാതാപിതാക്കളിൽ നിന്നും ആ അനുഗ്രഹം പ്രാപിച്ച് ഇവർ ആ അനുഗ്രഹത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്ന ഈ സമയത്ത് എല്ലാ അനുഗ്രഹീതരായ വൈദികരുടെ നാമത്തിലും എല്ലാ പ്രിയപ്പെട്ടവരുടെ നാമത്തിലുമുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ദൈവത്തോട് ചേർന്ന് ആദ്യമേ ഞാൻ ഇവർക്ക്
നമുക്ക് ഒരുമിച്ചവർക്ക് പ്രാർത്ഥനയോട് നൽകാം. കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കാണുന്നു. ദൈവം അവന് തക്കതായ ഒരു തുണയെ കൊടുക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുന്നു. അങ്ങനെ ദൈവം ഹൗവായെ സൃഷ്ടിക്കുന്നത് എവിടെ നിന്നാകുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദാമിൽ നിന്ന്, അവൻ്റെ അസ്ഥിയിൽ നിന്നാണ് ഹൗവായെ സൃഷ്ടിക്കുന്നത്. അന്ന് മുതൽ അസ്ഥി അങ്ങ് പോയി. അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമായി തക്കതായ തുണയായി ദൈവം തമ്പുരാൻ ഹൗവായെ ആദാമിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് സഭയുടെ കൂദാശ ക്രമത്തിൽ ഈ മകന് ഈ മകളെ കൊടുക്കുന്നത് ആലോചനകളും ചിന്തകളും പരസ്യങ്ങളും ഒക്കെ നമ്മുടെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി അടിസ്ഥാനമായും ദൈവമാണ് ഈ മകന് ഈ മകളെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പുരോഹിതന്മാർ കാർമ്മികരായി പരിശുദ്ധാത്മാവിൽ ഈ കർമ്മം നിർവഹിക്കപ്പെടുന്നത്. ഇതിൻ്റെ കാർമ്മികൻ പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. ബലഹീനരായ പുരോഹിതന്മാർ കാർമ്മികരായി അവരുടെ ബലഹീനമായ സാന്നിധ്യവും കർമ്മവും ഈ പരിശുദ്ധാത്മാവിൻ അവർ കർമ്മികളായി മാറുകയാണ്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിത്യതയുടെ അനുഭവത്തിലേക്ക് വളരുവാനായിട്ടുള്ള, അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മേൽക്കുമേൽ വളരുവാനായിട്ടുള്ള ഒരു വലിയ പദ്ധതിയോടിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യമാണ് നിങ്ങളുടെ ലക്ഷ്യം. ദൈവത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുക, നിത്യതയുടെ അവകാശിയായി തീരുക. അതിനായിട്ടാണ് ദൈവം തൻ്റെ ശരീരവും രക്തവും, തൻ്റെ അസ്ഥിയും മാംസവും, തൻ്റെ രക്തവും ശരീരവും നമുക്ക് അവൻ നിത്യജീവന്റെ വഴിയാഹാരമായി നമുക്ക് നൽകുന്നത്. നമ്മുടെ കുർബാനയിൽ അവസാനം നമ്മൾ പറയുന്നു, വഴിയാഹാരമായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള യാത്രാഭക്ഷണങ്ങളോടുകൂടി നിങ്ങൾ പോകുകയെന്ന് പുരോഹിതന്മാർ യാത്രയയപ്പ് നൽകുമ്പോൾ ആ വഴിയാഹാരങ്ങളോടുകൂടിയുള്ള പ്രാർത്ഥനയോടുകൂടി നിത്യതയിലേക്കുള്ള വഴിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി എന്നും യാത്ര ചെയ്യുവാനും ആ ദൈവത്തിൻ്റെ വലിയ എന്നും ഓർക്കുവാനും യാമനമസ്കാരങ്ങളും പ്രാർത്ഥനകളും അനുദിനം നമ്മുടെ ദൈവസന്നിധിയിൽ കടപ്പെട്ട് നടത്തേണ്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി അവ നടത്തി നമുക്കുള്ള സാമൂഹ്യ ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹ കടപ്പാടുകൾ, നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, നാടിനോട്, സഭയോട്, ഈ സമൂഹത്തോട് ആ കടപ്പാടുകളെല്ലാം വളരെ ഭംഗിയായി ദൈവസ്നേഹത്തിൽ നിറവേറ്റുവാനും ഈ അനുഗ്രഹീതമായ ദമ്പതികൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹീതമായ ജീവിതം ദൈവം തമ്പുരാൻ സമർത്ഥമായി ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടും ദൈവം കൂട്ടിച്ചേർത്തതാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഇവർക്ക് നല്ല ജീവിതം നമുക്ക് വീണ്ടും പ്രാർത്ഥനയോട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കിരീടമഴവിന്റെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്നു. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട ജീവനുള്ള പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ.
ദയോടപരാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബക്കുൽ സുബ്ഹാൻ ലഹുൽ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാരുടെ യോഗ്യനായി തീരണമേ. ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവരുമായ സ്വയംഭൂവും മാലാഖമാരുടെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന വിളിക്കുന്ന അനാദിന്ദാവചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിവില്ലാതിരിക്കുന്നവരും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവരും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവരും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശ്വസിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും
നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രഭാകത്താലും നിസീമമായ നിന്റെ ദയയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവരാകുന്നു. ശിക്ഷാകന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസനെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ വരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരവുമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥിരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവരായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങൾ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അക്കുല സുബാലുൽമീ. ദൈവത്തിന്റെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ.
സഭയുടെ ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്നു. അപ്രകാരം ഭർത്താവ് ഭാര്യയുടെ നിലയാകുന്നു. സഭ വിശ്വാസിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും ഓരോ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ സഭയെ സ്നേഹിക്കുകയും അവിടെ ശക്തീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവിടെ മറ്റു കുറവുകളില്ലാത്ത മഹത്വഭൂമിയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നവനും അവൻ കളഞ്ഞിരിക്കുകയും പരിശുദ്ധമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാവുന്നു. എന്നാൽ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടി എന്നപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവരുടെ ശരീരത്തിനാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോടെയും അവരിലൊരു ശരീരമാക്കുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ച് അവിടുത്തെ സഭയെ കുറിച്ചാണോ പറയുന്നത്? അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ ഭർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കും. എന്തെന്നാൽ അതിനെ നീതിയാകുന്നു. നിനക്ക് നമ്മാനും നീ ഭൂമിയിൽ ദീർഘായുസ്സുള്ളവനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാസത്തോടുകൂടി പ്രധാനപ്പെടാവുന്നു. ആഹായി പാർക്കുമോ. നമ്മുടെ കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തുകൊടുത്ത് നമ്മുടെ മുമ്പായ വിസ്താരങ്ങൾ അറിവിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ പ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ അടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ?
ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.
അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുക നിനക്കിടയാകുകയും ചെയ്യട്ടെ. ഓശോ വാക്കുലസ്വാ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ.
കരുണയുള്ള വലത് വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് അകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച പെരുകി ഭൂമിയിൽ നിറവീരെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാം ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ ആചാര്യന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയറേറ്റാം. ഹോശോ ബബകൂല സുബാൻ ലവൽ മീൻ.
വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യണമെന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ദൈവമേശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള ഏവെങ്കിലുടെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാമർത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങൾ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് നന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തി അവളോട് ദൈവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിന് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കാൻ കടപ്പെട്ടവളാകും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആകാശത്തിന്റെയും ഭൂമിയുടെയും
വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവുത്തിനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ആക്കി തീർക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഞ്ജു അച്ഛൻ സമ്മാനമായി നൽകുന്നു. ഇതേ സമയം തന്നെ മണവാളനും മണവാട്ടിയും നേർച്ച And I dream about you, girl. I will never let you go. You into my soul. I won't forget you, girl. You left me all alone. And I hate that I love you, girl. I promise you. Promise I won't lie. I promise you. Together we can fly. I promise you. I promise I won't hurt you ever again. I promise you. I promise I won't lie. I promise you. Together we can fly. I promise you. I promise I won't hurt you ever again. I won't lie. I promise you. Together we can fly. I promise you. I promise I won't hurt you ever again. I want you to love me again. You know how I feel inside me. Every breath I take. You know there's no one beside me. I will be okay. I forever love you, girl. Just be on my. Stand here dressed in white, only for you. I have dreamed 1,000 times of walking down the aisle, only for you. Take my hand, we'll run like lovers do. Chances is easier with you.
praying. ഇവക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ തിങ്കളേ ഇനി ഓടി കണ്ണെറിയരുതേ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ ഇന്നതിന്നാക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം मुंडा चाहे फुटदा ओ धीरे धीरे करदा धमाल सा मुंडा टुकड़े कमाल दा मुंडा टुकड़े कमाल दा ओ बंदों में बंदा परफेक्ट बेमिसाल दा टुकड़े कमाल दा मुंडा टुकड़े कमाल दा मुंडा टुकड़े कमाल दा What should I feeling? What should I feeling? What you watch it up and should I feeling? What should I feeling? What should I feeling? What you watch it up and should I feeling? മുട്ടും മുട്ടുമോ
feel the magic floating in the air. Being with you gets me that way. I watch the sunlight dance across your face, and I've never been this swept away. All my thoughts just seem to settle on the breeze when I'm lying wrapped up in your arms. The whole world just fades away, and the only thing I hear is the beating of your heart. And I can feel you breathe, it's washing over me, and suddenly I'm melting into you. There's nothing left to prove, and baby, all we need is just to be caught up in the touch, slow and steady rush. Baby, isn't that the way that love's supposed to be? I can feel you breathe. As all the walls come tumbling down, closer than I've ever felt before. And I know, and you know, there's no need for words right now. And I can feel you breathe, washing over me, and suddenly I'm melting into you. There's nothing left to prove, baby, all we need is just to be caught up in the touch, the slow and steady rush. And baby, isn't that the way that love's supposed to be? I can feel you breathe. Just breathe. Caught up in the touch, the slow and steady rush. And baby, isn't that the way that love's supposed to be? I can feel you breathe. Just breathe. I can feel the magic floating in the air. Being with you gets me that way. Sunlight fell, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through.
bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Open your eyes to golden light. There's a world of wonder painted in the sky. What a beautiful sight. It's all waiting for you. It's all waiting for you. It's just the beginning.